ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി വെട്ടുകാട് പള്ളിയുടെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വണ്ടി വിളിച്ച് പോയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ പോകുമായിരുന്നു. പിന്നെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞും നല്ല ഉറക്കം വന്നിരിക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ട് അതും എടുക്കാൻ പറ്റിയില്ല. ബണ്ണിയെ ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ചവിണ്ട് ചേട്ടന്മാരുടെ കൂടെ പോയിരിക്കുകയാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്ര നല്ല ഇമ്പ്രൂവ് ഒന്നും ആയിരിക്കില്ല. കാരണം തുടക്കമായതുകൊണ്ട് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലതാകും, ഉറപ്പായി നല്ലതാക്കാം. ഇതെൻ്റെ മാമച്ചിയാണ്. ഇത് അവൻ ഉറക്കം വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ മാമച്ചി അവനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഡാൻസ് കളിച്ചതാണ് അവൻ്റെ കൂടെ ഇരുന്ന്. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. ഞങ്ങൾ വലിയ ഹാപ്പിയിലായിരുന്നു. കാരണം വല്ലപ്പോഴും ഒരിക്കലാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ല ക്ഷീണിച്ചു. അവിടെ നല്ല ഉറക്കം വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് മടിയെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വേളി എത്തി. പിന്നെ എന്തായാലും നേരത്തെ വന്നുകൊണ്ട് പിന്നെ വേളിയിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പാർക്കിൽ ഇറങ്ങാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. അവിടെ അതവന് പൊക്കത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പകുതി വെച്ച് എല്ലാവരും കൂടിയിട്ട് അവന് എന്തായാലും കയറണമില്ല. അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്ലൈഡിൽ കയറണമെന്ന്. അതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. ഇതിരുന്ന് ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഊഞ്ഞാലേ ഊഞ്ഞാലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോന്നൊക്കെ അവൻ്റെ ഭാഷയിൽ പാട്ടൊക്കെ കുറേ പാടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ മാമൻ്റെ മക്കളാണ്. അവൻ ഫുൾ ഹാപ്പിയാണ്. അവരുടെ കൂടെ ആയാൽ ഫുൾ ഹാപ്പിയാണ് അവന്. വെളിയിൽ ഞങ്ങൾ പിന്നെ കടലിലൊന്നും ഇറങ്ങിയില്ല. വെട്ടുകട ചെല്ലുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചിട്ട് ആരും ഇറങ്ങിയില്ല. ലാസ്റ്റ് വെട്ടുകട ചെന്നപ്പോൾ അവിടെ വേലയേറ്റ കാരണം ഇറക്കിയുമില്ല. കടലിറങ്ങാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കാണിക്ക ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അപ്പോഴാണ് ബണ്ണി ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അത്രയും തിരക്കിൽ എന്തായാലും കുരിശടി കയറണമെന്ന് വെച്ചിട്ട് പിന്നെ അത്രയും തിരക്കായാലും അവിടെ കയറിയിട്ടേ പോകുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങ് നിന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും റാസ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു കുറേ നേരം നിന്നു. അവിടെ ചെന്നപ്പോഴാണ് നിറയെ പട്ടമായിരുന്നു. ഇതുവരെ ഇത്രയും പട്ടമൊന്നും കണ്ടിട്ടില്ല. ഇപ്രാവശ്യം നിറയെ പട്ടമായിരുന്നു. കടലിൻ്റെ അവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും എവിടെയെങ്കിലും പോയി ഇരിക്കുക, പിന്നീട് കടലിലൊക്കെ ഇറങ്ങാമെന്നുള്ള ചിന്തയിലായിരുന്നു. എവിടെയെങ്കിലും ആദ്യം പോയി ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം തപ്പി നടക്കുമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും കിട്ടില്ലായിരുന്നു. ലാസ്റ്റ് പിന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അങ്ങ് ഉറപ്പായി. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് ശരിക്കും വേറൊരു ഫീൽ തന്നെയാണ്. അത് കുറേ നാൾക്ക് ശേഷം ഞങ്ങളിനി ഒരുമിച്ച് പോയതാണോ എന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഫാമിലിയായിട്ട് പോകുമ്പോൾ അത് അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. അവന് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ വിളിച്ചുണർത്തി എല്ലാവരും. അതുകൊണ്ട് ഇങ്ങനെ ശോകത്തിലിരിക്കുകയായിരുന്നു ബണ്ണി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആക്റ്റീവായി മണ്ണിലൊക്കെ കളി തുടങ്ങി കുട്ടികളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പൊരിയും ഐസ്ക്രീമും കോളിഫ്ലവർ പൊരിച്ച അതും സംഭവമൊക്കെ വാങ്ങിച്ച് തിന്നു.
രാത്രിയാകും തോറും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെയും പിന്നെയും ഒരുപാട് ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് തന്നെ തോന്നിപ്പോയി, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പള്ളിയുടെ അടുത്തോട്ടൊന്നുള്ള വഴിയിലോട്ടൊന്നും പോകാൻ പറ്റാതെ അത്ര തിരക്കായിരുന്നു. കടകളുടെ ഫ്രണ്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മണ്ണിലൊക്കെ കളിച്ച് നൊസ്റ്റു. ഇത് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ കണ്ടത്. പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കണ്ടില്ലേ, മറ്റേ ഉരലിൽ എന്തോ സംഭവം, മറ്റേ അരിയൊക്കെ ആട്ടണേ അതുപോലെ തന്നെ ഇല്ലേ, നല്ല രസമുണ്ടല്ലേ. പിന്നെ ഞാനും എൻ്റെ അനിയന്മാരും ബണ്ണിയും കൂടിയിട്ട് കടൽ കാണാൻ പോയി. അപ്പോഴാണ് അവിടെ ആരും ഇറക്കില്ലെന്ന് പറഞ്ഞത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ നിറയെ കമ്പമായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല, അത് കണ്ട് രസിച്ചങ്ങ് നിന്നുപോയി. അത്രയ്ക്കും ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ അങ്ങോട്ട് പോയി. അവിടെ പള്ളിയിലകത്തൊക്കെ കയറിയിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. പോവാൻ സമയമായി, അതുകൊണ്ട് പിന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ പാട്ടിട്ടു. പിന്നെ കുറച്ച് നേരം ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഒട്ടും വയ്യാതിരുന്നുകൊണ്ട് പിന്നെ കളിക്കാനൊന്നും പോയില്ല, ഒരിടത്ത് പോയിരുന്നു. അപ്പോഴത്തേക്കും വീടെത്താറായി. പിന്നെ എല്ലാവരും ഞങ്ങൾ വന്നെന്ന് അറിയിക്കണമല്ലോ. അങ്ങനെ പിന്നെ ചെറിയൊരു കൂവലും ഡാൻസും ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരുടെ വീട്ടിൽ കയറിപ്പോയി. ഒരു 11-11:30 എന്തോ ആയി ഞങ്ങൾ വീടെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.